ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നസ് ടെസ്റ്റി കിച്ചൻ. ഇന്നത്തേത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ. നമ്മുടെ മുട്ടയും അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ചേരുവകൾ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു കിഡിലെ സ്നാക്സാണ്. മാത്രമല്ല ചൂട് ചായയുടെയും അതേപോലെ തന്നെ സോസിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി മറക്കാതെ കമൻസൊക്കെ അറിയിക്കാം. നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ഈ സ്നാക്സ് റെഡിയാക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കുഞ്ഞു മയോണൈസ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇതേപോലെ ഒരു മുട്ട നമ്മൾ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുവാണ്. കൂടെ തന്നെ നമുക്ക് വേണ്ടത് 4-5 വെളുത്തുള്ളിയാണ്. അപ്പോൾ വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 4 മതിയാവും, ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 5 എടുക്കുക. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നല്ലൊരു കളറിന് വേണ്ടി ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മുടെ കാശ്മീരി റെഡ് ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എരിവ് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു ടീസ്പൂണിൻ്റെ അടുത്തേക്ക് വിനാഗിരിയോ അല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങ നീരോ ചേർത്ത് നമുക്കിതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മയോണൈസിന് എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് ഓയിൽ കുറച്ചായിട്ട് ഒഴിച്ച് ഒരു 2-3 തവണ നമ്മുടെ മിക്സിയുടെ ജാറിൽ നല്ലതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ 1 കപ്പ് കുറച്ച് ഒഴിച്ചിട്ടാണ് നന്നായിട്ട് തന്നെ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് മതി. ഇനി നമുക്ക് ഈ മയോണൈസ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് ഇങ്ങനെ വലിയൊരു ബൗളിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ഒരു 3 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വേവിച്ച് ശരിക്കും ഒന്ന് ഉടച്ചെടുത്തതാണ്. അതും കൂടി നമ്മുടെ ഈ മയോണൈസിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള നന്നായിട്ട് പൊടിയായിട്ട് ചോപ്പ് ചെയ്തതാണ്. ഇനിയിപ്പോൾ ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഒരു 2 എണ്ണം ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്യാരറ്റും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയും ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അളവിലാണെങ്കിലും മാറ്റം വരുത്തിയാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഒരു മുട്ട ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 2-3 മുട്ട ചേർത്താലും നല്ലതാണ്. അപ്പോൾ മുട്ടയൊക്കെ ഇടയ്ക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പൊടികളായിട്ട് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഗരം മസാലയും അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മുടെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്താലൊന്നും ഒട്ടും തന്നെ എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് ധൈര്യമായിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സ്നാക്സിന് കുറച്ചും കൂടിയൊക്കെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ വരെയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചേർത്തിരിക്കുന്ന നോക്കുകയും കൈവച്ച് തന്നെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സായി വന്നാൽ മാത്രം മതിയാവും. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യാൻ നേരത്തെ എനിക്കിപ്പോൾ കയ്യിലെടുത്ത് കുറച്ച് ലൂസായിട്ട് തോന്നി. ആണോ, നമ്മൾ കയ്യിലെടുത്ത് പിടിക്കുമ്പോൾ അത്ര നന്നായിട്ടങ്ങ് ചിലപ്പോൾ കിട്ടിയില്ല, നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തേക്ക് മൈദയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മൈദ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ആണെങ്കിലും ചേർത്ത് കൊടുത്താലും നല്ലതായിരിക്കും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മാത്രം മതിയാവും. മൈദയും കൂടി ചേർത്ത് ഒന്നും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ കയ്യിലൊന്നും ഒട്ടി പിടിക്കാതെ കുറച്ചും കൂടി നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മൈദ ചേർത്ത് കൊടുത്തത്. അങ്ങനെ നമ്മുടെ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ കുറച്ച് വെള്ളമോ അതേപോലെ തന്നെ കുറച്ച് ഓയിലോ ഒന്ന് പറ്റിയതിന് ശേഷം ഇതേപോലെ ചെറിയ ബോൾസാക്കി എടുത്ത് നമുക്ക് നേരെ എണ്ണയിലേക്ക് ഇങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതേപോലെ ചെറിയ ബോൾസായിട്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ. എണ്ണയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ കുറച്ചെടുത്ത് ഇതേപോലെ നമ്മുടെ എണ്ണയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഗ്യാസ് ഒരു മീഡിയത്തിലിട്ട് 2 വശവും നല്ലതുപോലെ തന്നെ ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അതുകൊണ്ട് ഇതിനകത്ത് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ പതുക്കെ ഇങ്ങ് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് തന്നെ ഒരു മൂടി വെച്ച് അടച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. ഒരു വശമൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുവാണ്. അതുപോലെ 2 വശം റെഡിയായി കഴിയുമ്പോൾ നമുക്കിതിങ്ങനെ എടുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇപ്പോൾ 2 വശം റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ലതുപോലെ തന്നെ കളറൊക്കെ ഒന്ന് മാറി ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ബാക്കിയുള്ളതും പെട്ടെന്ന് ഇതേപോലെ അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടല്ലോ, ഏറ്റവും എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കി മറക്കാതെ കമൻസൊക്കെ അറിയിക്കാം. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേയും കൂടി നമ്മുടെ ഈ റെസിപ്പി ഒന്ന് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. കൂടെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ വീഡിയോസിൻ്റെ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.